ഹലോ, ബ്രെഡ് ലൊക്കേറ്ററിൻ്റെ KPI ഡിസൈൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രസൻറ്റേഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്പ് ജസ്റ്റ് ഒന്ന് ഗോ ത്രൂ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് വെരിഫൈ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ്, അതായത് മൊബൈൽ നമ്പർ കൊടുക്കുക, പിന്നെ OTP എടുക്കുക എന്നുള്ളൊരു രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ഇത് ഫയർ ബേസിലാണ് ബ്രെഡ് ലൊക്കേറ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ആ രീതിയിൽ മാനേജ് ചെയ്യണം. ഫയർ ബേസിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒതൻറ്റിക്കേഷൻ പാർട്ട് കംപ്ലീറ്റ് ആക്കുക. കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് രജിസ്ട്രേഷൻ ആണെങ്കിൽ രജിസ്ട്രേഷൻ, ലോഗിൻ ആണെങ്കിൽ ലോഗിൻ, അതിൻ്റെ API ഒക്കെ അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് ഡാഷ്ബോർഡിൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇവിടെ ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ളൊരു ടോഗിൾ ബട്ടൺ വരുന്നുണ്ട്. അതിൻ്റെ API ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ട് കൺസൾട്ടിങ് അങ്ങനെ ഒരു അത് നമുക്ക് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. അപ്പോൾ അതിനു മുമ്പ് ഓൺലൈൻ ആവണം എന്നുള്ളൊരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നുണ്ട്. ഇതും ഈ API ഏകദേശം സെയിം ആണ്. ഓക്കെ, പിന്നെ വരുന്നത് കൺസൾട്ടേഷൻ റൂം. ഓക്കെ, നമ്മളെ ടോക്കൺ പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇന്ന് വന്നിട്ടുള്ള കൺസൾട്ടേഷൻ ലിസ്റ്റ് ചെയ്യുന്ന APIs ഉണ്ട്. ആ API വെച്ചിട്ട് ഇത് 1 by 1 ആയിട്ട് നമുക്ക് ഇൻകംപ്ലീറ്റ് ആയത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് പോകുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ആപ്പ് വരുന്നത്. ഈ ഒരു ഏരിയ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ അത് കംപ്ലീറ്റ്ലി ആപ്പിലാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ APIs അവൈലബിൾ അല്ല. ഓക്കെ, ഇത്രയും പോർഷൻ ഇതിൻ്റെ സെപ്പറേറ്റ് APIs ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വൺസ് കൺസൾട്ടേഷൻ കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് പേഷ്യൻ കൊടുക്കുന്നതിന് മുമ്പ് ഒന്നല്ലെങ്കിൽ എൻഡ് വിത്ത് നെക്സ്റ്റ്, അല്ലെങ്കിൽ ജസ്റ്റ് എൻഡ് ചെയ്യുക. എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ആപ്പിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്ത് പോകുക എന്നുള്ളൊരു പാർട്ടാണ് അവിടെ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് പേഷ്യൻറ്റിൻ്റെ കൂടെ എൻഡ് കൺസൾട്ടേഷൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ബുക്കിംഗ് ക്ലോസ് ആയിട്ടുള്ള ഈ ഒരു അപ്പോയിൻമെൻറ്റ് ക്ലോസ് ആയി എന്നുള്ളൊരു API ബാക്ക് എൻഡിലേക്ക് വിടണം. പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ കംപ്ലീറ്റ് ആയതിനു ശേഷം വരുന്ന ടോക്കൺ നമ്പർ പ്രകാരം ഉള്ളൊരു ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിലുള്ള ഫസ്റ്റ് ഐറ്റം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നത് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യുന്ന പോർഷനാണ്. എഡിറ്റ് പ്രൊഫൈൽ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഇന്റർ പാർട്ടിലേക്ക് വരുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ടോക്കൺസ് പെർ ഡേ, ഇതൊക്കെ ഒരു നമുക്ക് ഡോക്ടേഴ്സിന് സെറ്റ് ആവുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. സെറ്റ് വർക്കിംഗ് ഹവേഴ്സ്, ആഡ് വർക്കിംഗ് ഡേയ്സ്, ഈ കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ തന്നെയാണ്. പിന്നെ ലോഗൗട്ട് നമ്മളെ ആപ്പിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. നമ്മൾ ലോഗൗട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആപ്പിൽ നിന്ന് സ്റ്റോറേജിൽ നിന്ന് നമ്മുടെ യൂസറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്പ് ഒരു ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. പിന്നെ വർക്കിംഗ് ഡേയ്സ് നമ്മളിവിടെ മേലെ കണ്ടല്ലോ. ഓക്കെ, ആഡ് വർക്കിംഗ് ഡേയ്സ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വീക്ക് ഓരോ ഡേയ്സും ഇവിടെ ഇങ്ങനെ വരും. ആ ഡേ ഏതൊക്കെ ഡേയിലാണ് അവൈലബിൾ ആവുന്നത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അണ്ടറിൽ ഇതുപോലെ നമുക്ക് നമ്മൾ എത്ര മണി മുതൽ എത്ര മണി വരെ എന്നുള്ള രീതിയിൽ നമ്മളുടെ ഡോക്ടേഴ്സിൻ്റെ ഷെഡ്യൂൾ ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ API ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് അതെ, ഇതിപ്പോൾ UI ബേസ് ചെയ്തിട്ടാണ് ഓരോ ഇത് ഓപ്പൺ ആക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ഷെഡ്യൂളാണ് അവൈലബിൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് സെറ്റ് ടോക്കൺസ്. ഓക്കെ, നമ്മളിവിടെ ഓരോ കണ്ടില്ലേ, സെറ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ. ഓക്കെ, ഇവിടെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ടോക്കണൊക്കെ സെറ്റ് ചെയ്യും. ഇതൊക്കെ ആക്ച്വലി യൂസർ APIയിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മളെ യൂസർ ഡീറ്റെയിൽസ് ഓൾറെഡി നമ്മളെ ലോക്കൽ സ്റ്റോറേജിൽ കംപ്ലീറ്റ് കീപ്പ് ചെയ്തിട്ട് ഓരോ സമയത്ത് ഇത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ സെയിം APIയിലുള്ള ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് എങ്ങോട്ട് വിടേണ്ടത്, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടേണ്ടത്. വെരിഫൈ നമ്പർ ഇതിന്ന് PDF ആയിട്ട് എടുത്തപ്പോൾ വിട്ടുപോയത്, അതായത് ഓർഡറിങ് ഒക്കെ ജസ്റ്റ് ഷഫിൾ ആയതാണ്. ഓക്കെ, വെരിഫൈ നമ്പർ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഫയർ ബേസ് വെച്ചിട്ടാണ്
ഇത് ചെയ്തിട്ടുള്ളത്, ബ്ലഡ് ലൊക്കേറ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ ബാക്ക് എൻഡിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമ്മൾ ഒതന്റിക്കേറ്റ് ചെയ്യുക, യൂസർ ഒതന്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി ഒതന്റിക്കേറ്റഡ് ആണ് എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും അവിടെ ഒരു സെക്യൂരിറ്റി കൊടുത്തിട്ടില്ല, ആപ്പിൽ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് ഇത് ഒതന്റിക്കേറ്റ് ചെയ്തതിനു ശേഷം ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് ഡാറ്റ എടുത്ത് തരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് കാണാം. ഫുൾ നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, പിന്നെ ഈ ഫീൽഡുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അബൌട്ട്, ഡിസ്ക്രിപ്ഷൻ, ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് എഡിറ്റ് പ്രൊഫൈലാണ്. പിന്നെ ആഡ് പ്രൊഫൈൽ, അതായത് പുതിയൊരു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽസേ ചോദിക്കുന്നുള്ളൂ. ബട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അത് UI ആ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇതെല്ലാം ഒറ്റ ഒരു മോഡൽ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. ഒരു മോഡൽ, അതിൻ്റെ ഒരു സബായിട്ട് ഒരു മോഡലും കൂടെ ഉണ്ട്. ഈ 2 മോഡൽസിലാണ് ഇത് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ API സെയിം തന്നെയാണ്. പിന്നെ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ, ബാക്ക് ടു ലോഗിൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫൈൽ എഡിറ്റ്, പ്രൊഫൈൽ രജിസ്ട്രേഷൻ, പിന്നെ ലോഗിൻ, അതായത് പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യുക, പ്ലസ് ഷെഡ്യൂള്, ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂള് ഹാൻഡിൽ ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ബുക്കിംഗ് നമുക്ക് ലിസ്റ്റ് ചെയ്യുക, ആ ബുക്കിംഗ് ഓരോന്ന് കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വിടുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്.